കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ആശ്വാസമായി, സമാധാനമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 30 സങ്കീർത്തനം 1 വാക്യം: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ഇവിടെ ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ദൂത് വെളിപ്പെടുത്തുക. എന്നും നിലവിളിയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും അയ്യോ എന്നൊരു മനോഭാവത്തിൽ പാദപീഠത്തിൽ വരികയല്ല. അത് മാറും, ആ സ്ഥിതി മാറും. ദാവീദ് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, വേദനയോടെ കടന്നു വന്നിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ഇതുപോലെ അതിരത്തെ സജ്ജമാക്കുക, ഹൃദയത്തെ ഒരുക്കുക. ജീവിതസ്ഥിതിയിൽ ദൈവം വരുത്താൻ പോകുന്ന മാറ്റം, ജീവിതസ്ഥിതിയിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന അത്ഭുതങ്ങൾ. ഇവിടെ ദാവീദ് പറയുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുക. പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും കാരണം തന്നെ ദാവീദ് പറയുക, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഏത് അവസ്ഥയിലാണ്, ഏത് താഴ്ചയിലാണ്, ഏത് സ്ഥിതിയിലായിരുന്നു എന്ന് ദാവീദിന് ഉത്തമ ബോധ്യമുണ്ട്. ദാവീദിൻ്റെ കഴിവുകൊണ്ടും ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ തലങ്ങളിൽ മുന്നേറാൻ കഴിയത്തില്ല എന്ന് ദാവീദിന് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രാപ്തിയോ തൻ്റെ ഹൃദയത്തിൻ്റെ ബലമോ ഇതൊന്നും ദാവീദിനെ ജീവിതത്തിൻ്റെ മേഖലയിൽ ജയം കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് ദാവീദിനറിയാം. ദാവീദ് അതുകൊണ്ട് വ്യക്തമായി വെളിപ്പെടുത്തുക, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുക. ദൈവത്തിൻ്റെ വൈതിലെ, ഇന്ന് പകൽ നാം നമ്മെ തന്നെ നോക്കിയ നമ്മുടെ സ്ഥിതി മാറുമോ? നമ്മുടെ കഴിവ് നോക്കിയ നമ്മുടെ സ്ഥിതി മാറുമോ? നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയ സ്ഥിതി മാറുമോ? നമ്മുടെ പ്രാപ്തി നോക്കിയ സ്ഥിതി മാറുമോ? കുടുംബ മഹിമ നോക്കിയ സ്ഥിതി മാറുമോ? ഇല്ല. പക്ഷേ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിന് എന്നെ ഉദ്ധരിക്കുവാൻ കഴിയും. ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും അവിടുന്ന് ദൈവത്തിന് എന്നെ ഉദ്ധരിക്കാൻ കഴിയും. ദരിദ്രനെ കുപ്പയിൽ നിന്നും എളിവനെ പൊടിയിൽ നിന്നും നിവർത്തുന്ന ദൈവം, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവം എന്ന് വചനം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായി ഇടപെടുന്നു. ദൈവത്തിൻ്റെ വൈദ്യലെ, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ആയിരിക്കുന്ന താഴ്ചയുടെ താഴ്വരയിൽ നിന്ന് ദൈവം ഇതാ ഉദ്ധരിക്കാൻ പോകുന്നു. ആ നിലയിലാ ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ കരം വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ പറയുന്നുണ്ട്. അത് എപ്രകാരം, എങ്ങനെ കർത്താവിനെ ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നൊരു വാക്യം: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കുക. ഇന്ന് ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലൊരു കരച്ചിൻ്റെ ഒരു കാലഘട്ടം, കണ്ണുനീരിൻ്റെ ഒരു കാലഘട്ടം, സന്തോഷം ലെവലേശമില്ല, എപ്പോഴും കരയുന്ന, എപ്പോഴും കണ്ണുനീർ ധാരധാരയായി ഒഴുക്കുന്ന ആ സങ്കടത്തിൻ്റെ അനുഭവത്തെ നോക്കിയ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്ന ആ അവസ്ഥയെ കണ്ടോണ്ട ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം സ്വർഗം വെളിപ്പെടുത്തുന്നത്. അത് മാറുന്ന സമയം, അത് മാറുന്ന സ്ഥിതിയെ വചനം പറയുന്നു. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ദാവീദ് അനുഭവിച്ചില്ലേ രാത്രിയിലെ കരച്ചിലും രാത്രിയിലെ നിലവിളിയും
എന്ന ഒരു ഉഷസ് ദാവീദിനു വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തു. ആനന്ദത്തിൻ്റെ ഒരു ഉഷസ്, സന്തോഷത്തിൻ്റെ ഒരു ഉഷസ് ദൈവത്തിൻ്റെ വൈതിലെ ഇതുപോലെ ദൈവത്തിന് വേഗത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തൻ്റെ അനുഭവം ദാവീദ് ഇവിടെ വ്യക്തമാക്കുക. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ വൈതിലെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണുനീരിൻ്റെ തലങ്ങളിൽ നോക്കി ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, ആനന്ദത്തിൻ്റെ ഒരു ഉഷസ് ദൈവം തരാൻ പോവുക, ദൈവം വരുത്താൻ പോവുക. നൊടി നേരം കൊണ്ട് സ്ഥിതി മാറ്റുന്ന ദൈവം, മിനിറ്റുകൾ കൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ കരം അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഇതുപോലെ സന്തോഷത്തിൻ്റെ ഒരു ഉഷസ് ഉണ്ടെന്ന്. രാത്രി മാറാൻ പോവുക, സന്ധിങ്ങിലെ കരച്ചിലും മാറാൻ പോവുക, നിലവിളി മാറാൻ പോവുക. ദൈവമേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. സന്ധിങ്കിലും ഉഷസ്സിലും ഒരുപോലെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ ജീവിത സാഹചര്യങ്ങളെ സ്വർഗമിതാ തിരിക്കാൻ പോവുക. സന്ധിങ്ങിൽ പുകഴ്ചയുടെ വാക്കുകളല്ലായിരുന്നു, നിലവിളിയായിരുന്നു. പരിശുദ്ധാത്മ പറയുന്നു, സന്ധിയെങ്കിലും പുകഴ്ത്തുന്ന, മഹത്വപ്പെടുത്തുന്ന, സ്തോത്രം ചെയ്യുന്ന നിലവാരത്തിൽ ദൈവം ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്നു. ആ നിലയിൽ കർത്താവിൻ്റെ കരവിത ചാഞ്ഞിറങ്ങുന്നു. നമ്മുടെ കർത്താവ് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഈ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഉദ്ധരിക്കും, കർത്താവ് എന്നെ ഉദ്ധരിക്കും. ആഴമായി വിശ്വസിക്കട്ടെ. ദൈവം അതുപോലെ അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. നിത്യനായിരിക്കണം ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിൻ്റെ ഭുജം തൊടണമേ. വിഷയങ്ങൾക്ക് വേഗത്തിൽ ഒരു ഉഷസ്, ആനന്ദം വെളിപ്പെടുത്തുന്ന നിലയിൽ ദൈവമേ, ഉദ്ധാരണങ്ങൾ വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ കരം ഇറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മഹത്വം കാണട്ടെ, ദൈവത്തിൻ്റെ വിടുതൽ കാണട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.